ഗുഡ് മോർണിംഗ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പണായ ഉടനെ തന്നെ ഒരു സ്ട്രോങ് റെഡിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്ത് മേളിലേക്ക് വന്നു, താഴത്തോട്ട് വന്നു. ഇനി റിട്രേസ് ചെയ്ത് ജസ്റ്റ് താഴത്തോട്ടൊരു മൊമെൻറ്റം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഒരു പി സൈഡ് എൻട്രി എടുക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു റീസണും കൂടെ, ഇതിപ്പോൾ 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഇവിടെ കണ്ടോ, ആ രണ്ടാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും തമ്മിലൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ കണ്ടിട്ട് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, കാരണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുള്ള രീതിയിൽ അവർ അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ അവരും കൂടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി താഴോട്ടൊരു മൊമെൻറ്റം ചെയ്യുക, അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പം ഇപ്പം നമ്മളുടെ ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ട്രേഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ആ ഒരു അഗ്രസീവ്ലി ഒരു ട്രേഡൊന്നും എടുക്കില്ല. ജസ്റ്റ് ഞാൻ ഫിബോ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കും. നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുവാണെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷനിൽ നമ്മൾ ഒരു ഫിബോയെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 0.6% നമ്മളൊരു ലൈനും ഡ്രോ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ലൈനിനെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവിടെ എങ്ങനെ റിജക്ഷൻ വരുന്നോ. ഇപ്പോൾ ട്രേഡുകളൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ പൊസിഷനാണ് ഇപ്പോൾ കാണുന്നത്. പൊസിഷൻ 0 ആണ്, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. അപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് നമ്മുടെ ലൈനിൻ്റെ താഴത്താണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ്ലി ഒരു എൻട്രി എടുത്തേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ആദ്യം താഴത്തോട്ടാണ് ഒരു മൊമെൻറ്റം ഒന്ന് ഫൈൻഡ് ചെയ്തു, പിന്നെ നമ്മളുടെ എൻട്രി ഡിസൈഡ് ചെയ്തു. ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് മാർക്കറ്റിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈനിൻ്റെ എടുത്തപ്പോൾ തന്നെ ഒരു 2000 രൂപയൊക്കെ ലോസ് ആണല്ലോ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്കറ്റ് അവിടെ ഒരു ഫോള് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൻ്റെ താഴത്തെ ക്ലോസിങ്ങിൽ തന്നെയാണ് ഞാൻ പെട്ടെന്ന് ട്രേഡ് എടുത്തത്. ഇനി നമ്മുടെ ലൈനെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇച്ചിരിയും കൂടെ ക്വാണ്ടിറ്റി, ഒരു 75 ക്വാണ്ടിറ്റിയോ വല്ലതും ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ലൈനിൻ്റെ മേളിൽ സ്റ്റോപ്പ് ലോസ് വരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ട്രേഡിൽ എൻ്റർ ചെയ്ത്. ഇനി അവിടെ നിന്നൊരു ഡൗൺ മൊമെൻറ്റം വന്നാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ നല്ല ദൂരത്താണ്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്, ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ജസ്റ്റ് മേളിൽ വരും. ഇനി ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, പോയാൽ ഇവിടുന്ന് പോയാൽ തന്നെ തീർന്ന്. കാരണം ഡേ ലോയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പേര് ട്രേഡ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി ഇവിടുന്നാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ അവിടെ ഒരു ലൈനും കൂടെ ഡ്രോ ചെയ്ത് വയ്ക്കുക. എക്സാക്ട്ലി നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ഹയർ പോയിന്റിൽ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പം ടാർഗറ്റ് ഇവിടം വരെ എത്തിയില്ലെങ്കിലും 100 പോയിൻറ്റ്സ് നമ്മുടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ഇപ്പോൾ ഒരു നല്ല വോളിയം ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കത്തില്ല, ഒരു കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യത്തേ ഉള്ളൂ. കാരണം പിന്നെ അവിടെ നിന്നൊരു മൊമെൻറ്റം വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം ആവാനാണ് ചാൻസ്. സോ ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഞാൻ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. അത് എത്ര പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അപ്പോൾ എക്സിറ്റ് ആയേക്കും. ഇപ്പോൾ ഏകദേശം ഒരു 4000-ൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എനിക്കൊരു കൺവിക്ഷൻ കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നത്തെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. ഞാൻ 150 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി 105 ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കൺവിക്ഷൻ കൂടുതലായതുകൊണ്ടാണ്. CPR നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും, CPR താഴത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 5000+ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തേക്കാം. 259.30 കിട്ടി. അപ്പോൾ 309, 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 309. അപ്പം നമ്മളുടെ ടാർഗറ്റും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് 309. ഇപ്പോൾ ഒരു 290 ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഒരു 10 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതാണ്. ഇനി ഇവിടുന്ന് റിവേഴ്സലാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ ആണെങ്കിൽ കൂടി ഓക്കെ നല്ലൊരു ഫോൾ. ഓക്കെ, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഓവറോൾ ഒരു 7,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9:44 നമ്മൾ എടുത്തു, 47 നമ്മൾ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റായി. ഒരു 7,000 പ്ലസിൻ്റെ പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ്ട് ഈ ഒരു ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്ത് നമ്മൾ ഫിബോയെ പ്ലോട്ട് ചെയ്തു. ഫിബോയൊക്കെ പ്ലോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിബോയെ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 0.6% നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ആ ലൈനിൻ്റെ തൊട്ടടുത്തെത്തി മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ ട്രേഡിലെടുത്ത് ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും സ്പോട്ടിൽ വയ്ക്കുന്നു. നമ്മൾ ഓവറോൾ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു 7,000-ൻ്റെ ഈ ഒരു റീജിയനിൽ എവിടെയാണ് നമ്മളുടെ എൻട്രി എടുത്തത്. ഒരു വലിയൊരു സമയം ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഈ ഒരു റെഡ് ക്യാൻഡിലിൽ തന്നെ നമ്മുടെ ടാർഗറ്റിനെയും നമ്മൾ ബുക്ക് ചെയ്തു. ഈ ഒരു ലെവലിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത്. അങ്ങനെ ഒരു ഓവറോൾ ഇന്നൊരു 7,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു. അപ്പം ഇന്നത്തെ ട്രേഡും ലോജിക്ക് ചെയ്തായിരുന്നു. നാളെ കാണാം. ബൈ.